ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒക്കെ പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാനനായ ഡെന്നിസ് ജോയ് സർ, ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നും എഴുതുന്നു. ഇവിടെ എൻ്റെ പഴയ വീട് പൊളിച്ച് പുതിയ വീട് പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. അതനുസരിച്ചൊരു പ്ലാൻ തയ്യാറാക്കി ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ദയവായി പറഞ്ഞു തരണം. സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇത് നിലവിൽ ഇതിൻ്റെ അകത്തൊരു പഴയ വീട് നിൽക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ ആ ഒരു പഴയ വീട് ഇവർ പൊളിച്ച് മാറ്റുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ജോത്സ്യനെ സമീപിച്ചിട്ട് നല്ലൊരു സമയം കുറിച്ച ശേഷം വേണം ഇവർ ഈ പഴയ വീട് പൊളിച്ച് മാറ്റുവാനായിട്ടും. അതുപോലെ പഴയ വീട് പൊളിച്ച് മാറ്റുമ്പോൾ അതിൻ്റെ 4 മൂലയിൽ നിന്നുള്ള കല്ലുകൾ പൂർണ്ണമായിട്ട് മാറ്റി എടുത്തു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വേണം നമ്മളത് മൂടുവാനായിട്ടും. അതുപോലെ ഇതിൻ്റെ ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ ശരിക്കും നിൽക്കുന്നത് ഇത് മരണച്ചുട്ടിലാണ്. കാരണം ശരിക്കും ഇപ്പോൾ ഒരു 180 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇത് ശരിക്കും ബാല്യത്തിലേക്ക് വരികയുള്ളൂ. അപ്പം 180 സെൻറ്റിമീറ്റർ കൂടി ഇവർ ഇതിൻ്റെ ചുറ്റളവ് മാറ്റിയെടുക്കണം. അതുപോലെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് കുറച്ചുകൂടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. കാരണം വെച്ചാൽ ഇപ്പം നിൽക്കുന്നതിനേക്കാളിൽ ഒരു കുറച്ചുകൂടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ ബെറ്ററാണ്. അതുപോലെ കിച്ചൻ്റെ അളവ് ഇതിനകത്ത് ശരിക്കും തെറ്റാണ്. കാരണം വെച്ചാൽ ഒരു വർക്ക് ഏരിയയും കിച്ചണും കൊടുത്തിട്ടുണ്ട്. കാരണം കിച്ചൻ്റെ അളവ് ഒരു 30 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെങ്കിൽ മാത്രമേ ബാല്യത്തിലേക്ക് വരികയുള്ളൂ. അപ്പം 30 സെൻറ്റിമീറ്റർ കൂടി കിച്ചൻ്റെ അളവ് കൂട്ടണം. അതുപോലെ വർക്ക് ഏരിയയ്ക്കകത്ത് മറ്റ് ദോഷങ്ങളായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം വെച്ചാൽ അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഇവർക്ക് പാചകം ചെയ്യാം, വടക്ക് ഭാഗത്തായിട്ട് സിങ്ക് വെക്കുന്നതുകൊണ്ടൊന്നും ദോഷമൊന്നുമില്ല. കിച്ചൻ്റെ ചുറ്റളവ് കൃത്യമാക്കണം. അതുപോലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അളവ് കുറച്ചുകൂടെ വലുതാക്കണം. അതുപോലെ ഇപ്പം ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഇവർ പ്ലാൻ വരച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ ആ ഒരു ഭാഗത്തായിട്ട് കാർ പോർച്ചാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്നോട് പലരും ചോദിക്കാറുണ്ട് കിഴക്ക് വടക്ക് ഭാഗത്ത് കാർ പോർച്ച് വരുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്നുള്ളത്. കാരണം വെച്ചാൽ ഇതിനകത്തൊരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വീടിനകത്ത് കാർ പോർച്ച് കൊടുത്തിരിക്കുന്ന കിഴക്ക് വടക്ക് ഭാഗത്താണ്. പക്ഷേ ഇതിൻ്റെ മൂലകളിൽ 2 തൂണുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒരിക്കലും ആ ഒരു ഭാഗത്ത് ഫൗണ്ടേഷൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. കാരണം കിഴക്ക് വടക്ക് ഭാഗത്തും നമുക്ക് ഫൗണ്ടേഷൻ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ കിഴക്ക് വടക്ക് കോർണർ മിസ്സിങ് പോർഷനായിട്ടായിരിക്കും നമ്മുടെ കണക്കിലേക്ക് വരിക. അപ്പം ഇവർ ഈ കിഴക്ക് വടക്ക് ഭാഗത്തെ ഈ കാർ പോർച്ച് അവിടുന്ന് മാറ്റി അതൊരു മുറിയാക്കി തിരിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ഒരു പൂജാമുറിയാക്കി എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമാക്കി ഇവർക്ക് എടുക്കാൻ പറ്റും. ഇവരുടെ കാർ പോർച്ച് ഈസ്റ്റ് ഭാഗത്തേക്ക് 2 തൂണ് മാത്രമായിട്ട് കൊടുത്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണഫലമായിട്ട് കാണുന്നുണ്ട്. ഒരു പോർഷൻ അപ്പോൾ നമുക്ക് കട്ടിങ് പോർഷനായിട്ട് വരുന്നില്ല, ആ ഭാഗങ്ങളെല്ലാം ക്ലിയറായി കിട്ടുകയും ചെയ്യും. അതുപോലെ വെളിയിലെ ചുറ്റളവ് എന്തായാലും ഇവർ കൂട്ടിയെടുക്കുക. അതുപോലെ ഇതിൻ്റെ ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്ത് വിടും. കാരണം വെച്ചാൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. കാരണം പടിഞ്ഞാറ് ഭാഗത്ത് ആ ടോയ്ലറ്റ് മാറ്റി വെക്കാനായിട്ട് ഇനി നമുക്ക് സ്പേസ് ഒട്ടും ഇല്ലതാനും. അപ്പോൾ ഇവർ ഒന്നുകിൽ ഈ ചുറ്റളവ് കൂട്ടിയെടുക്കുന്ന സമയത്ത് ഈ ബ്രഹ്മസൂത്രം മാറ്റി ടോയ്ലറ്റ് ക്രമീകരിക്കുക. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു 50 സെൻറ്റിമീറ്റർ താത്ത് ഒരു സ്ട്രെസ് വർക്ക് ചെയ്തെടുത്തിട്ട് ബ്രഹ്മസൂത്രം അതിലെ ഓപ്പൺ ചെയ്ത് വിടുക. അതുപോലെ വസ്തുവിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ ഈ വസ്തുവിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് വെച്ച് ഒരു ഏങ്കോണിപ്പ് കാണുന്നുണ്ട്. കാരണം ഈ ഒരു ഏങ്കോണിപ്പിൽ നമ്മൾ വീട് വെക്കുമ്പോൾ അങ്ങനെയുള്ളൊരു പ്ലോട്ടിൽ നമ്മൾ വീട് വെക്കുന്നത് നമുക്ക് ദോഷമാണ്. അതുകൊണ്ട് ഇവർ വീടെല്ലാം പൊളിച്ച ശേഷം നല്ലൊരു സമയം നോക്കി ഈ ഏങ്കോണിപ്പൂടി ഇവർ സ്ക്വയർ ചെയ്തെടുത്ത ശേഷം അതിനകത്ത് മാത്രമേ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മളിങ്ങനെ ഒരു ഏങ്കോണിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല, ദോഷം മാത്രമേ ഉള്ളൂ. കാരണം നിലവിൽ ഇപ്പോൾ ഈ ഏങ്കോണിപ്പിൻ്റെ ദോഷങ്ങളൊക്കെ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം വെച്ചാൽ നിലവിൽ ഇതിനകത്തൊരു വീടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ പുതുക്കി നമ്മൾ വീട് വെക്കുമ്പം ഇങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവുമാക്കി ഒരു 80% കൃത്യമായി നമ്മൾ വാസ്തുവിൽ തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഇവർക്ക് കിണർ കുഴിക്കാം. കാരണം വെച്ചാൽ നിലവിലിനകത്ത് ഓൾറെഡി കിണറുണ്ട്, ആ കിണർ മൂടേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ വീട് കെട്ടി വരുമ്പം വസ്തുവിൻ്റെയും വീടിൻ്റെയും കിഴക്ക് വടക്ക് മൂലകൾ തമ്മിലൊരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ആവാതെ വേണം ഈ കിണർ നിൽക്കാൻ. അപ്പോൾ കുറ്റി അടിക്കുന്ന സമയത്ത് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തു പോവുക. വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ദോഷമായിട്ട് കാണുന്നുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്ത ശേഷം നല്ല ഒരു ദിവസം നോക്കി കല്ലിട്ട് നിങ്ങൾ വീട് പണി തുടങ്ങുക. അതുപോലെ ഇതിനകത്ത് വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് വേണ്ടുന്ന പരിഹാരം ചെയ്യിപ്പിച്ച ശേഷം വേണം കല്ലിട്ട് വീട് പണി തുടങ്ങുവാനായിട്ട്. എന്തുകൊണ്ടാണ് ചില വീടുകൾ അവിടെ താമസിക്കാൻ കൊള്ളില്ല
എന്ന് ഒരുപാട് പേര് മാറി 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 ആ കൈമറിഞ്ഞ് അത് വീട് പോകും. അത് വാടകക്കാരാണെങ്കിലും ശരി, ഉടമസ്ഥനാണെങ്കിലും ശരി, അത് വിൽപ്പന നടന്നാണെങ്കിലും അതങ്ങനെ പോകും. പക്ഷെ താമസിക്കാനേ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് ഓടിക്കളയുന്നൊരവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന പല വീടുകളുണ്ട്. അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്ന പല വീടുകളിലെയും നമ്മൾ ചുറ്റളവ് എടുക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലായിരിക്കും ഇല്ല നിൽക്കുന്നത്. കൂടുതലും ഒരു 99% അത് മരണ ചുറ്റിലായിരിക്കും നിൽക്കുക. കാരണം ആർക്കും അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റില്ല. കാരണം ആരെങ്കിലും താമസിച്ചാൽ തന്നെ ഈ പറഞ്ഞ പോലെ കുറേ നാൾ കഴിഞ്ഞ് അവർക്ക് ഒന്നുകിൽ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഒന്നുകിൽ അവിടെ നിന്ന് മാറിപ്പോകും, അല്ലെങ്കിൽ ആ വീട് വിൽക്കും. അത് പല വീടുകൾ വിൽക്കുന്ന വീടുകളും ഉണ്ടല്ലോ. ഇപ്പം പലരും ചോദിക്കാറുണ്ട്, കാരണം വെച്ചാൽ നമ്മൾ പഴയ വീട് വാങ്ങിക്കുമ്പോൾ വാസ്തു നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം അതിനകത്ത് മുൻപ് താമസിച്ചിരുന്ന ആൾക്കാർക്ക് ബാധിച്ചിരുന്ന അതേ അനുഭവം തന്നെയായിരിക്കും പുതുതായിട്ട് വാങ്ങിക്കാൻ ചെല്ലുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും നമ്മൾ പഴയ വീട് വാങ്ങിക്കേണ്ട എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. പക്ഷേ പഴയ വീട് നമ്മൾ വാങ്ങിക്കുമ്പം നിലവിൽ അതിനകത്ത് വാസ്തുവിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, അവരെ ബാധിച്ചിരുന്ന കംപ്ലയിൻറ്റ്. ആ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ വാങ്ങിക്കാവൂ. ചില പ്രശ്നങ്ങളൊക്കെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻറ്റ് കൊണ്ടുണ്ടാകാം. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം, ചില ഭൂമികൾ നമുക്ക് താമസിക്കാൻ അനുയോജ്യമല്ലാത്ത ചില ഭൂമികളുണ്ട്. കാരണം ചിലപ്പം വെച്ചാരാധനയായിട്ട് ബന്ധപ്പെട്ടാവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുള്ള ഭൂമികളാവാം. അപ്പം ആ ഒരു ഭൂമിയിൽ നമുക്ക് സ്ഥിരമായിട്ട് താമസിക്കുമ്പം ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ചില വസ്തുക്കൾ നല്ല സാമ്പത്തിക അഭിവൃദ്ധിയിൽ നിന്ന് ഒരു വ്യക്തി ചില വസ്തുക്കൾ വാങ്ങിക്കുകയോ ചില വീടുകൾ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുന്നതോടുകൂടി അവർ അതപ്പതിച്ച് പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് ചിലപ്പോൾ നല്ല സമയമായിരിക്കാം, ചിലപ്പോൾ ഒരു സമയദോഷം കാണത്തില്ല. അവർ പലയിടത്തും നോക്കാറുണ്ടാവും, കാരണം എന്താണ് അവർക്ക് ബാധിച്ചിരിക്കുന്നത്. ചിലപ്പം അവർക്ക് വാസ്തുവിലോ അല്ലെങ്കിൽ ജ്യോതിഷത്തിലോ ഒന്നും വിശ്വാസമുള്ള വ്യക്തി ആവണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടുപോയാൽ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വീടോ അല്ലെങ്കിൽ ഒരു പുതിയ വസ്തുവോ വാങ്ങിക്കുമ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് കൺഫേം ചെയ്ത് വാങ്ങിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നീട് അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ ചില മോശമായ വസ്തുക്കൾ ഒരാൾ വാങ്ങിച്ചാൽ ഇവരെത്ര ശ്രമിച്ചാലും ഈ വസ്തു വിറ്റ് പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം അദ്ദേഹം വാങ്ങിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരിക്കും. കാരണം വെച്ചാൽ ഒരിക്കലും അയാൾക്കത് വിൽക്കാൻ പറ്റാതെ കിടക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഒരിക്കലും വാസ്തുവിലൊന്നും നമുക്ക് ഒരിക്കലും വിൽക്കാത്ത വസ്തു വിൽക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് മോശമായ വസ്തു എടുക്കാതിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ മോശമായ ഒരു വസ്തു അത് കൊള്ളാമോ കൊള്ളാമത്തില്ലയോ എന്ന് നോക്കി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വീടോ വസ്തുവോ വാങ്ങിക്കും അതിനകത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വാങ്ങിക്കുക. അപ്പം ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വീടിനകത്ത് വസ്തു സംബന്ധമായിട്ട് നല്ല കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ വീട് പുതുക്കി ഇദ്ദേഹം ചെയ്യുമ്പം ഈ പഴയ വാസ്തു കംപ്ലയിൻറ്റുകളെല്ലാം പരിഹരിച്ച ശേഷം ചെയ്യുമ്പം അതുമായിട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതിയിറക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ വിടവാങ്ങുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.